പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. കൈപ്പാർന്ന വേദനകൾക്കപ്പുറം മധുരത്തിൻ സൗഖ്യമുണ്ടതോർക്കണം. കൈപ്പാർന്ന വേദനകൾക്കപ്പുറം മധുരത്തിൻ സൗഖ്യമുണ്ടതോർക്കണം. മാനത്തെ കാർമേഘമപ്പുറം സൂര്യപ്രഭയുണ്ടെന്നതോർക്കണം. മാനത്തെ കാർമേഘമപ്പുറം സൂര്യപ്രഭയുണ്ടെന്നതോർക്കണം. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. നാം ചിന്തിച്ച ഒരു വിഷയം യേശു കരഞ്ഞു എന്നുള്ളതാണ്. നിങ്ങൾ ചിലർ ഓർക്കുമായിരിക്കും, യേശു കരഞ്ഞു. അത് ആ വിഷയം നാം ചില ഭാഗങ്ങളെല്ലാം ചിന്തിച്ചു. ഒന്ന്, യേശു നഗരത്തെ നോക്കി അതിനെക്കുറിച്ച് കരഞ്ഞു. രണ്ട്, യേശു ലാസറിൻ്റെ കല്ലറയ്ക്കൽ പോയി കണ്ണുനീർ വാർത്തു. ഈ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് യേശു കരഞ്ഞു എന്നുള്ളതിന്. ഇന്ന് യേശു കരഞ്ഞത് പിന്നെ എന്തിനാണ് അതാണ് നമുക്കിന്ന് ഇപ്പോൾ ചിന്തിക്കാനുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ തുടങ്ങുമ്പോഴേ പറയട്ടെ, യേശു കരഞ്ഞു. തുടങ്ങുമ്പോഴേ പറയട്ടെ, ഇന്ന് യേശു എന്നെ നോക്കി പ്രസാദിക്കുകയാണോ? എന്നെ കാണുമ്പോൾ കർത്താവിൻ്റെ ഒരു ആശ്വാസം കിട്ടുകയാണോ? കർത്താവിന് ഇന്ന് എന്നെ നോക്കുമ്പോൾ കർത്താവിന് സമാധാനം കിട്ടുകയാണോ? അതോ കർത്താവ് എന്നെ നോക്കി കരയുന്നുണ്ടോ? നാം ഉള്ളിലേക്ക് ചൂഴ്ന്നിറങ്ങി നോക്കിയാൽ, നമ്മുടെ ഉള്ളിൻ്റെ അകത്തളങ്ങളിലേക്ക് ചൂഴ്ന്നിറങ്ങി നോക്കിയാൽ നമുക്ക് തന്നെ മനസ്സിലാകും, യേശു ഇപ്പോൾ എന്നെ നോക്കി സന്തോഷിക്കുകയാണോ? എന്നെ നോക്കി പ്രസാദിക്കുകയാണോ? നല്ലൊരു വിശ്വസ്തനായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, അധികത്തിന് ഞാൻ നിന്നെ വിചാരകനാക്കും എന്ന് ഈ താലന്തുകളുടെ ഉടയവൻ പറയുന്നൊരു വാക്യം വേദപുസ്തകമുണ്ടല്ലോ. അതുപോലെ നല്ലൊരു വിശ്വസ്തനായ ദാസനെ എന്ന് നമ്മെ വിളിക്കുമോ ഇന്നത്തെ സ്ഥിതിയിൽ? അതോ ദുഷ്ടദാസനെ എന്നാണ് വിളിക്കാൻ പോകുന്നത്? കൊള്ളരുതാത്ത ദാസനെ എന്നാണ് വിളിക്കാൻ പോകുന്നത്? ഇന്ന് എൻ്റെ അവസ്ഥ എന്താണ്? നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ അറിയണ്ടേ? ഇന്നത്തെ സ്ഥിതിയിൽ എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ എന്താണ്? ഇന്ന് ഞാൻ മരിച്ചാൽ ഞാൻ കടന്നു പോകുന്ന ദൈവരാജ്യത്തിലേക്ക് പോകുമോ? ഞാൻ സ്വർഗ്ഗരാജ്യത്തിലെത്തുമോ? ഇത് നാം സ്വയം ചിന്തിക്കേണ്ടതല്ലേ? ഗൗരവമേറിയ വിഷയമല്ലേ?
നമ്മുടെ ആത്മാവിൻ്റെ കാര്യം നിത്യതയുടെ കാര്യമാണ്. ഈ ലോകത്തിലെ കുറേ വർഷങ്ങളുടെ കാര്യമല്ല, നിത്യതയാണ്. നിത്യത. ഞാൻ ഇന്ന് കടന്നുപോയാൽ ഞാൻ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിലെത്തുമോ? ഇന്ന് ഞാൻ കടന്നുപോയാൽ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ഞാൻ എത്തുമോ? വിശുദ്ധന്മാർ ആരാധിക്കുന്ന, തീക്കെടുത്ത മാലാഖമാർ ആരാധിക്കുന്ന, സ്വർഗീയ സേനകൾ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന നിത്യനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ എത്തുമോ? തീയാകുന്ന രാജ്യത്തിൽ ഞാൻ എത്തുമോ? തീയാകുന്ന രാജ്യത്തിൽ എത്തുവാൻ ഞാനൊരു തീയായി മാറിയോ? തീയാകുന്ന രാജ്യത്തിൽ, തീയാകുന്ന സ്വർഗരാജ്യത്തിൽ എത്തുവാൻ ഞാനൊരു തീക്കനലായി മാറിയോ? അല്ല, ഒരു തീപ്പൊരിയെങ്കിലും ആയിത്തീരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് എന്നെ നോക്കി കർത്താവ് ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ ഇവനിൽ കപടമില്ല എന്ന് പറയുമോ? നിഷ്കളങ്കനായ ഒരു വിശ്വാസി എന്ന് പറയുമോ? ഹൃദയം ശുദ്ധമായ ഒരു വിശ്വാസി എന്ന് പറയുമോ? നിഷ്കളങ്കനായ വിശ്വാസി, ശുദ്ധ ഹൃദയമുള്ള ഒരു വിശ്വാസി, ശുദ്ധ മനസാക്ഷിയുള്ളൊരു വിശ്വാസി നമ്മെ നോക്കി പറയുമോ? ദൈവത്തിന് സ്തോത്രം. ഗൗരവമേറിയ ഈ ചിന്ത നമ്മുടെ ഹൃദയത്തെ ഭരിക്കേണ്ടതാണ്, നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതാണ്. യേശു കരഞ്ഞു, നഗരത്തെ നോക്കി കരഞ്ഞു. യേശു ലാസറിൻ്റെ വിയോഗത്തിൽ മനംനൊന്തിരിക്കുന്ന സഹോദരിമാരെ നോക്കി കരഞ്ഞു. ലാസർ മരിച്ച് 4 ദിവസമായിരുന്നു. യേശു വൈകിയാണെങ്കിലും ആ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. സഹോദരിമാർ ഏങ്ങളടിച്ച് കരയുന്നു, യഹൂദന്മാരും കരയുന്നു, വിലപിക്കുന്നൊരു കൂട്ടം ജനം, ആകെ അസ്വസ്ഥമായ അന്തരീക്ഷം. യേശുവും കരഞ്ഞു. കരയുന്നതിനിടയിൽ ചെന്ന് യേശു കരഞ്ഞു. ആ കുടുംബത്തിന് ദയനീയ സ്ഥിതി ഓർത്ത് കർത്താവ് കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ആ സഹോദരിമാരുടെ വേദന കൊണ്ട് കർത്താവ് കരഞ്ഞു, യേശു കരഞ്ഞു. ഇന്ന് നാം യേശു കരഞ്ഞ മറ്റൊരു സന്ദർഭം കേൾക്കാൻ പോവുകയാണ്. നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 13-ാം വാക്യം മുതൽ വായിക്കാം. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നതുമില്ല. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായരൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങൾക്ക് കടുമയേറിയ ശിക്ഷാവിധി വരും. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങളൊരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യനാക്കുന്നു. ആരെങ്കിലും മന്ദിരത്തെ ചൊല്ലി സത്യം ചെയ്താൽ ഏതുമില്ല എന്നും, മന്ദിരത്തിലെ സ്വർണത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവനോ കടക്കാരനെന്നും പറയുന്ന കുരുടന്മാരായ വഴികാട്ടുകളെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! മൂഢന്മാരും കുരുടന്മാരുമായുള്ളവരെ, ഏതു വലിയത്, സ്വർണമോ, സ്വർണത്തെ ശുദ്ധീകരിക്കുന്ന മന്ദിരമോ? യാഗപീഠത്തെ ചൊല്ലി സത്യം ചെയ്താൽ ഏതുമില്ല, അതിന്മേലുള്ള വഴിപാട് ചൊല്ലി സത്യം ചെയ്യുന്നവനോ കടക്കാരനെന്ന് നിങ്ങൾ പറയുന്നു. കുരുടന്മാരായുള്ളവരെ, ഏതു വലിയത്, വഴിപാടോ, വഴിപാടിനെ ശുദ്ധീകരിക്കുന്ന യാഗപീഠമോ? ആകയാൽ യാഗപീഠത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവൻ അതിനെയും അതിന്മേലുള്ള സകലത്തെയും ചൊല്ലി സത്യം ചെയ്യുന്നു. മന്ദിരത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവൻ അതിനെയും അതിൽ വസിക്കുന്നവനെയും ചൊല്ലി സത്യം ചെയ്യുന്നു. സ്വർഗത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവൻ ദൈവത്തിൻ്റെ സിംഹാസനത്തെയും അതിലിരിക്കുന്നവനെയും ചൊല്ലി സത്യം ചെയ്യുന്നു. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. കുരുടന്മാരായ വഴികാട്ടുകളെ, നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നു. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു. അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകമേ കവർച്ച, അശുദ്ധി നിറഞ്ഞിരിക്കുന്നു. കുരുടനായ പരീശനെ, കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടതിന് മുമ്പേ അവയുടെ അകം വെടിപ്പാക്കുക. പുറം വെടിപ്പാക്കുന്നതിന് മുൻപേ അകം വെടിപ്പാക്കുക. ദൈവത്തിന് സ്തോത്രം. കപടഭക്തിക്കാരായ ശാസ്ത്രികളെയും പരീശന്മാരെയും നോക്കി കർത്താവ് വളരെ സങ്കടപ്പെട്ടു. കർത്താവ് കരഞ്ഞു, കർത്താവ് വേദനിച്ചു. അവർ പുറമേ ഭക്തിയുള്ളവരാണ്, പുറമേ പള്ളിയുള്ളവരാണ്, പുറമേ ആരാധനയുള്ളവരാണ്, പുറമേ പുരോഹിതന്മാരുള്ളവരാണ്, പുറമേ അവർക്ക് ന്യായപ്രമാണ കൽപ്പനകളുണ്ട്, ബാഹ്യമായി എല്ലാം ഉണ്ടവർക്ക്.
ബാഹ്യമായ നന്മകളുണ്ട്, ബാഹ്യമായ പ്രമാണങ്ങളുണ്ട്, ബാഹ്യമായ നിയമാവലിയുണ്ട്, ബാഹ്യമായ ചടങ്ങുകളും ആചാരങ്ങളും എല്ലാം ഉണ്ട്. എന്നാൽ അവരുടെ അകം എന്ത് എന്നവർ കാണുന്നില്ല. അകമേ എന്ത് എന്ന് കാണുന്നില്ല. യേശുക്രിസ്തു എന്ന സുവിശേഷത്തിൻ്റെ മർമ്മം നമ്മുടെ അകം ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. പുറമേയുള്ള ശുദ്ധീകരണം വേണ്ട എന്നല്ല, പക്ഷേ അകം ശുദ്ധീകരിക്കാതെ പുറമേ എന്തെല്ലാം ചെയ്താലും ഫലമില്ല. നമ്മുടെ ഹൃദയം വിശുദ്ധമാക്കുക, ഹൃദയം ശുദ്ധീകരിക്കുക. നമ്മുടെ ഹൃദയത്തിൽ അഴുക്കുണ്ട്, ഹൃദയത്തിൽ അശുദ്ധിയുണ്ട്, ഹൃദയത്തിൽ വൈരാഗ്യമുണ്ട്, ഹൃദയത്തിൽ പകയുണ്ട്, ഹൃദയത്തിൽ വിദ്വേഷമുണ്ട്, ഹൃദയത്തിൽ നീരസവും കയ്പുമുണ്ട്, ഹൃദയത്തിൽ ദിവ്യാഗ്രഹമുണ്ട്. ഈ കാര്യങ്ങളൊന്നും നാം പലപ്പോഴും അറിയുന്നില്ല. അങ്ങനെ ഒരു പാവം നമുക്കുണ്ട് എന്ന് പോലും അറിയുന്നില്ല. നമ്മുടെ ഒരു സ്വയം നമ്മെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സെൽഫിൻ്റെ അടിമയാണ്. ഇഗോ എന്നിൽ വാഴുന്നുണ്ട്. ഇഗോ സ്വയം എന്നിൽ വാഴുന്നുണ്ട്. എൻ്റെ ഇഗോ ഇതുവരെയും ചത്തുപോയിട്ടില്ല, മരിച്ചു പോയിട്ടില്ല. എൻ്റെ ഇഗോ തീർന്നു പോയിട്ടില്ല. ഇന്നും ഒരു ഞാനുണ്ട്. എനിക്ക് എന്നോട് എന്നിൽ, അങ്ങനെ എന്നിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു ജീവിതമാണ് എൻ്റേത്. മറ്റുള്ളവരുടെ കാര്യം എനിക്കൊരു വിഷയമല്ല. ഞാൻ ഒരു സ്വയകേന്ദ്രീകൃതമായ ജീവിതമാണ് നയിക്കുന്നത്. ഞാൻ സ്വാർത്ഥമതിയാണ്, ഞാൻ അഹങ്കാരിയാണ്. പുറമേ ഞാൻ വിനയം ഭാവിക്കും, പുറമേ വിനയത്തിൻ്റെ വാക്കുകൾ വരും, പക്ഷേ ഞാനൊരു അഹങ്കാരിയാണ്. ഇങ്ങനെ അവനവനെ തന്നെ കണ്ടുപിടിക്കുന്നതാണ് വാസ്തവത്തിലുള്ള ആ സുവിശേഷത്തിൻ്റെ മർമ്മം തമ്മിൽ പ്രവർത്തിക്കുന്നതിൻ്റെ തെളിവ്. ദൈവത്തിൻ്റെ സുവിശേഷം, ക്രിസ്തുവിൻ്റെ സുവിശേഷം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചാൽ അകം എങ്ങനെയെന്ന് കാണും. ഹൃദയത്തിൻ്റെ മതമാണ് ക്രിസ്തുമതം. ക്രിസ്തുമതം ബാഹ്യമായ ചില ആചാരങ്ങളല്ല. ക്രിസ്തുവിൻ്റെ വിശ്വാസം ബാഹ്യമായ ചില ആചാരങ്ങളിലോ മതപരമായ ചില ചടങ്ങുകളിലോ തങ്ങി നിൽക്കുന്നതല്ല. അതിനെല്ലാം ഉപരിയായിട്ടും അതിനെല്ലാം അതീതമായിട്ടും അകത്തെ മനുഷ്യൻ്റെ രൂപാന്തരത്തെയാണ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ലക്ഷ്യമാക്കുന്നത്. അകത്തെ മനുഷ്യൻ്റെ രൂപാന്തരം. പുറമേയുള്ളവൻ ക്ഷയിച്ചു പോകുന്നെങ്കിലും അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് അങ്ങനെയാണ്. 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു, പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു. അകമേയുള്ള മനുഷ്യൻ രൂപാന്തരപ്പെടുന്നു, പക്ഷേ പുറമേയുള്ളവൻ ക്ഷയിച്ചു പോകുന്നു. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു. പുറമേയുള്ള നമ്മുടെ ജീവിതത്തിൽ പുറമേയുള്ളതായ ക്രമീകരണങ്ങൾ കൊണ്ടായില്ല. പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കും. ഈ ശരീരം മെലിഞ്ഞുകൊണ്ടിരിക്കും. ഈ ശരീരം ജരാതരകൾ ബാധിക്കും. ഈ ശരീരത്തിൻ്റെ പോരായ്മകളുണ്ട്. ശരീരത്തിൻ്റെ കൈക്ക് ബലം കുറയും, കണ്ണിന് കാഴ്ച കുറയും, ചെവിക്ക് കേൾവി കുറയും, നാവിന് ചലനാത്മകത്വം കുറയും, ശബ്ദം നിശബ്ദമായി വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും ശരീരത്തിൽ. പുറമേയുള്ളവൻ ക്ഷയിച്ചു പോകുന്നു, പക്ഷേ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. നാൾക്കുനാൾ ദിവസേന പുതുക്കം പ്രാപിക്കുന്നു. പുറമേയുള്ളവൻ ക്ഷയിച്ചു പോകുന്നു, പക്ഷേ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. അകമേയുള്ള പുതുക്കത്തിൻ്റെ താത്വികമായ വശമാണ് സുവിശേഷം ലക്ഷ്യമാക്കുന്നത്. അകമേയുള്ള പുതുക്കം നാം ഇപ്പോൾ ചിന്തിക്കേണ്ടതാണ്. എൻ്റെ അകമേ ഒരു പുതുക്കമുണ്ടോ? എൻ്റെ അകം മാറുന്നുണ്ടോ? അതോ പണ്ടത്തെ പോലെ ഇന്നും കോപമുണ്ടോ എന്നിൽ? ഇന്നും കോപിച്ച് ഞാൻ സംസാരിക്കുന്നുണ്ടോ? എൻ്റെ മാതാപിതാക്കളോട് ഞാൻ ധിക്കാരമായോ അഹങ്കാരമായോ സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യുന്നുണ്ടോ? പലപ്പോഴും നാം ഇതൊന്നും ചിന്തിക്കുന്നില്ല. അവരെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ നീരസം വരുന്നത് നാം ഗവനിക്കുന്നില്ല. നീരസം പുറമേ വരും, അപ്പനെ അനുസരിക്കുന്നു, അമ്മയെ അനുസരിക്കുന്നു, പക്ഷേ അകമേ നീരസത്തോടുകൂടിയാണ്, അകമേ വെറുവീർപ്പോടുകൂടിയാണ്. കുടുംബത്തിൽ ആ വൺനെസ് നഷ്ടപ്പെട്ടു പോയി. അപ്പനും അമ്മയും മക്കളും എല്ലാം ഉള്ള ആ ഒരു മനസ്സ് നഷ്ടപ്പെട്ടു പോയി. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ വൺനെസ്, ഹാർമണി നഷ്ടപ്പെട്ടു പോയി. എന്നാൽ സ്നേഹമല്ലേ? സ്നേഹമാണ് താനും, തീർച്ചയായിട്ടും സ്നേഹമാണ്. പുറമേ സ്നേഹം തന്നെയാണ്, അല്ലാതെ അഭിനയിക്കുന്ന സ്നേഹമല്ല. പക്ഷേ അകമേ ചില കെറിയിറുപ്പുകൾ, അകമേ ചില അസംതൃപ്തികൾ. പ്രത്യേകം ശ്രദ്ധിക്കൂ, അസംതൃപ്തികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, ഇന്നുമുണ്ട്. ചില അസംതൃപ്തികൾ ഭാര്യയെക്കുറിച്ചാകാം, ഭർത്താവിനെക്കുറിച്ചാകാം, മക്കളെക്കുറിച്ചാകാം, മാതാപിതാക്കളെക്കുറിച്ചാകാം, നമ്മുടെ ജോലിയെക്കുറിച്ചാകാം, നമ്മുടെ വരുമാനത്തെക്കുറിച്ചാകാം. ഇങ്ങനെ ചില അസംതൃപ്തികൾ നമ്മെ ഇന്ന് വശീകരിച്ചു കൊണ്ടിരിക്കുകയാണ്, വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മാറണമെങ്കിൽ അകമേയുള്ള മനുഷ്യൻ മാറണം, അകം മാറണം. കോപം ഇല്ലാതാകും, കോപം വരികയില്ല. ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മെ അധിവസിക്കുന്നു എങ്കിൽ കോപം വരികയില്ല. കോപിക്കേണ്ട സന്ദർഭം വരും, പക്ഷേ കോപിക്കില്ല.
കാരണം അവിടെ നമുക്ക് അറിയാം, ജിതേന്ദ്രിയത്വം വേണം, ഇന്ദ്രിയജയം വേണം, എൻ്റെ അവയവങ്ങളുടെ മേൽ എനിക്ക് നിയന്ത്രണം വേണം, അവയവങ്ങളെ ഭരിക്കാൻ അത് എൻ്റെ അവയവങ്ങളെ എൻ്റെ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് ഞാൻ ഭരിക്കും, അത് പരിശുദ്ധാത്മാവ് എനിക്ക് അതിന് കൃപ തരും. ഇങ്ങനെ നാം നമ്മിൽ തന്നെ ഉള്ള പോരായ്മകൾ കണ്ട് തിരുത്തുന്നതാണ് ആത്മീയം. ദൈവത്തിന് സ്തോത്രം. നാം ആരും തികഞ്ഞവരായില്ല. എന്നാൽ തികഞ്ഞവരായി തീരുവാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നുവെന്നും അതിനുവേണ്ടി ദൈവം നമ്മെ നയിച്ചുകൊണ്ട് പോകുന്നുവെന്നും അനവരതം നിരന്തരം കർത്താവ് നമ്മെ അതിലേക്ക് നയിച്ചുകൊണ്ട് പോവുകയാണെന്നും ഗ്രഹിക്കുകയും പുറമേ മാറ്റം വരുവാൻ നാം ആഗ്രഹിക്കുകയും ചെയ്യുമ്പോഴാണ് വാസ്തവത്തിൽ നാം ക്രിസ്തുവിൻ്റെ അനുയായികളായി മാറുന്നത്. ഇല്ലെങ്കിൽ പേരിന് ക്രിസ്ത്യാനികളാണ്. ഇങ്ങനെയുള്ളവരെയാണ് നാമധേയ ക്രിസ്ത്യാനികൾ എന്ന് പറയും. നാമധേയ ക്രിസ്ത്യാനികൾ. ഇന്ന് അനേകം ആളുകൾ നാമധേയ ക്രിസ്ത്യാനികളാണ്. ഒന്നുകൂടി ഞാൻ തർപ്പിച്ച് പറയട്ടെ, ഇന്ന് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ എതിരാളികൾ ക്രിസ്തു മതവിശ്വാസികൾ തന്നെയാണ്. ഇന്ന് സുവിശേഷത്തിൻ്റെ എതിരാളികൾ സുവിശേഷകരാണ്. സുവിശേഷ വേലയുടെ എതിർപ്പ് ഉണ്ടാക്കുന്നത്, സുവിശേഷ വേലയ്ക്ക് നഷ്ടം വരുത്തുന്നത് സുവിശേഷകന്മാരാണ്. സുവിശേഷ വേലയെക്കുറിച്ച് ചീത്ത അഭിപ്രായം ഉണ്ടാക്കുന്നത് സുവിശേഷകന്മാരാണ്. സുവിശേഷകന്മാർ അവർ അഹങ്കാരികളാകുന്നു, അവർ പൈസ മോഹിക്കുന്നു, പൈസയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ വേല ചെയ്യുന്നു, അവർ ഭൗതികമായ ലാഭം ഉണ്ടാക്കാൻ നോക്കുന്നു. ഇങ്ങനെയെല്ലാം നോക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്നോ, സുവിശേഷ വേലയ്ക്കുള്ള അപമാനമാണത്. ദൈവത്തിന് വേലയ്ക്കുള്ള അപമാനമാണ്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം, അതിൽ ദൈവം എന്ന് പറയാൻ കരയുന്നൊരു ഭാഗമുണ്ട്. സ്വർഗത്തിലെ ദൈവം കരയുന്നു. എന്താണ് ദൈവം കരയാൻ കാരണം? എൻ്റെ പരുക്ക് നിമിത്തം എനിക്ക് അയ്യോ കഷ്ടം, എൻ്റെ പരുക്ക് നിമിത്തം എനിക്ക് അയ്യോ കഷ്ടം, എൻ്റെ മുറിവ് വ്യസനകരമാകുന്നു, എൻ്റെ മുറിവ് വ്യസനകരമാകുന്നു. എങ്കിലും ഞാൻ അതെൻ്റെ ദീനം, ഞാനത് സഹിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞു. 10-ാം അധ്യായം 19-ാം വാക്യം മുതൽ വായിക്കൂ. എൻ്റെ പരുക്ക് നിമിത്തം എനിക്ക് അയ്യോ കഷ്ടം, എൻ്റെ മുറിവ് വ്യസനകരമാകുന്നു, എങ്കിലും ഞാൻ അതെൻ്റെ ദീനം, ഞാനത് സഹിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞു. എൻ്റെ കൂടാരം കവർച്ചയായി പോയിരിക്കുന്നു, എൻ്റെ കയറൊക്കെയും അറ്റിരിക്കുന്നു. എൻ്റെ മക്കൾ എന്നെ വിട്ടുപോയി, അവർ ഇല്ലാതായിരിക്കുന്നു. ഇനി എൻ്റെ കൂടാരമടിപ്പാനും തിരശ്ശീല നിവർപ്പാനും ആരുമില്ല. ഇടയന്മാർ മൃഗപ്രായരായിത്തീർന്നു, യഹോവയെ അന്വേഷിക്കുന്നവനില്ല. അതുകൊണ്ട് അവർ കൃതാർത്ഥരായില്ല, അവരുടെ ആട്ടിൻകൂട്ടമൊക്കെയും ചിതറിപ്പോയി. ദൈവത്തിന് സ്തോത്രം. യെരമ്യാ പ്രവാചകനിൽ കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, എൻ്റെ കൂടാരം കവർച്ചയായിപ്പോയി. ദൈവം കരയുകയാണ്, എൻ്റെ കൂടാരം കവർച്ചയായിപ്പോയി, എൻ്റെ കൂടാരം അന്യൻ്റെ കൈവശമായിപ്പോയി, ശത്രു വന്ന് അപഹരിച്ചുകൊണ്ട് പോയി, എൻ്റെ കൂടാരം കവർച്ചയായിപ്പോയി, എനിക്ക് എൻ്റെ പരുക്ക് നിമിത്തം എനിക്ക് അയ്യോ കഷ്ടം. കർത്താവ് പറയുന്നു, എനിക്ക് പരുക്ക് പറ്റിയിരിക്കുന്നു, എനിക്ക് മുറിവേറ്റിരിക്കുന്നു, എൻ്റെ പരുക്ക് നിമിത്തം എനിക്ക് അയ്യോ കഷ്ടം. തന്നെ കരയുകയാണ്, എൻ്റെ പരുക്ക് നിമിത്തം എനിക്ക് അയ്യോ കഷ്ടം, എൻ്റെ മുറിവ് വ്യസനകരമാകുന്നു. കർത്താവിൻ്റെ ഹൃദയത്തിലേറ്റ മുറിവ് വ്യസനകരമാകുന്നു, എൻ്റെ മുറിവ് വ്യസനകരമാകുന്നു. എങ്കിലും ഞാൻ അതെൻ്റെ ദീനം, ഞാനത് സഹിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞു. അത് ഞാൻ സഹിച്ചേ മതിയാവൂ, എൻ്റെ ദീനമാണ്, ഞാൻ സഹിച്ചേ പറ്റൂ. ഈ പരുക്ക് ഞാൻ സഹിച്ചേ പറ്റൂ, ഈ മുറിവ് ഞാൻ ഏറ്റേ പറ്റൂ, ഈ വേദന ഞാൻ സഹിച്ചേ പറ്റൂ. അത് എൻ്റെ ദീനം, ഞാനത് സഹിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞു. എൻ്റെ കൂടാരം കവർച്ചയായിപ്പോയി. ഞാൻ കൂടാരം അടിച്ചു, മനുഷ്യരുടെ ഇടയിൽ കൂടാരം അടിച്ചു, പക്ഷേ എൻ്റെ കൂടാരം കവർച്ചയായിപ്പോയി. അന്യൻ വന്ന് കൈവശപ്പെടുത്തി. അന്യൻ, ദുഷ്ടനായ പൈശാചികൻ വന്ന് എൻ്റെ കൂടാരം കൈവശമാക്കി. മനുഷ്യഹൃദയത്തിൽ ഞാൻ കൂടാരം അടിച്ചതായിരുന്നു. അനേകരുടെ ഹൃദയത്തിൽ കർത്താവ് കൂടാരം അടിച്ചു. അനേകരുടെ ഹൃദയത്തിൽ കർത്താവ് വന്ന് ജനിച്ചു. ആത്മാവിൽ വീണ്ടും ഞാൻ ലഭിച്ചു. ആത്മാവിൽ വീണ്ടെടുപ്പ് ലഭിച്ചു. ആത്മാവിൽ വിടുതൽ കിട്ടി. ആത്മാവിൽ പാപത്തിൽ നിന്നൊരു വിമോചനം കിട്ടി. ആത്മാവ് പിശാചിൻ്റെ കയ്യിൽ നിന്നൊരു മോചനം കിട്ടി. ഭാഗ്യം, വൻകാര്യമാണ് നടന്നത്. പക്ഷേ ആ കൂടാരം, ഞാനവിടെ കൂടാരമടിച്ചു, പക്ഷേ എൻ്റെ കൂടാരം കവർച്ചയായിപ്പോയി. അന്യൻ തട്ടിക്കൊണ്ടുപോയി, അന്യൻ അപഹരിച്ചുകൊണ്ടുപോയി. എൻ്റെ കൂടാരം കവർച്ചയായിപ്പോയി, എൻ്റെ കൂടാരം കവർച്ചയായിപ്പോയി. എൻ്റെ കയറ് ഒക്കെയും അറ്റിരിക്കുന്നു. എനിക്കൊരു നിയന്ത്രണം ഉണ്ടായിരുന്നു. എൻ്റെ മക്കളുടെ മേൽ എനിക്കൊരു നിയന്ത്രണം ഉണ്ടായിരുന്നു. യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുവീൻ. യാഗപശുവിനെ യാഗപീഠത്തിൻ്റെ കൊമ്പിൽ കെട്ടിയിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ആ യാഗപീഠത്തിൻ്റെ കൊമ്പിൽ ബന്ധിച്ചിരുന്ന സമയമുണ്ടായിരുന്നു. ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. എൻ്റെ മക്കളിൻ്റെ വരുതി വിട്ട് പോകാതിരുന്നൊരു നല്ല കാലം ഉണ്ടായിരുന്നു. എൻ്റെ പ്രിയ ജനം, അവർ ഇപ്പോൾ എൻ്റെ വരുതി വിട്ടുപോയി, കയററ്റുപോയി, അവർ കയർ ഊരിപ്പോയി. അവർ ഒരു സമയത്ത് ബന്ധിച്ചിരുന്നവരാണ്. അവർ എൻ്റെ സ്നേഹത്തോട് ബന്ധിക്കപ്പെട്ടിരുന്നവരായിരുന്നു. കുരിശിനോട് ചേർത്ത് അണയ്ക്കപ്പെട്ടിരുന്നു. പക്ഷേ അവരുടെ കയറൊക്കെയും അറ്റുപോയി, കയററ്റു, അവർ സ്വതന്ത്രരായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവിക നിയന്ത്രണത്തിൽ സ്വയം നിയന്ത്രിക്കുകയും സ്വയം ഇന്ദ്രിയജയം, നമ്മുടെ അവയവങ്ങളുടെ മേൽ നിയന്ത്രണം ഉണ്ടായിരിക്കുകയും ചെയ്തിട്ട് നല്ല കാലം ഉണ്ടായിരുന്നു. ഇന്ന് പഴയതിനേക്കാൾ കഷ്ടമായി. നിങ്ങളിലുള്ള വെളിച്ചം ഇരുട്ടായാൽ, ഇരുട്ട് എത്ര വലിയത്, വെളിച്ചം ഇരുട്ടായിപ്പോയി. വെളിച്ചം കിട്ടിയതാണ്, പക്ഷേ ഇന്ന് ഇരുട്ടായി, ഭയാനകമായി ഇരുട്ടായി. നിങ്ങൾ വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്.
ഇത് സംഭവിച്ചിരിക്കുന്നതാണ്. ഈ മഹാവലി വിപത്ത് വന്നിരിക്കുന്നു. എൻ്റെ കൂടാരം കവർച്ചയായിപ്പോയി, എൻ്റെ കയറൊക്കെ ഏറ്റിരിക്കുന്നു, എൻ്റെ മക്കൾ എന്നെ വിട്ടുപോയി. അതോ സങ്കടപ്പെടുകയാണ്. എൻ്റെ മക്കൾ എൻ്റെ ഭവനത്തിലുണ്ടായിരുന്നു, എൻ്റെ മക്കൾ എന്നെ വിട്ടുപോയി. സ്വർഗത്തിലെ ദൈവം നോക്കി കരയുന്നു, സ്വർഗത്തിലെ ദൈവം നോക്കി ദുഃഖിക്കുന്നു. ജീവനുള്ള ദൈവം നമ്മെ നോക്കി കരയുന്നുണ്ടോ ഇന്ന്? ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണോ ഞാൻ? ദൈവത്തിൻ്റെ വചനമാണോ എന്നെ നിയന്ത്രിക്കുന്നത്? ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ പരിധിക്കുള്ളിലാണോ ഞാൻ നിൽക്കുന്നത്? അതോ ഞാൻ അതിരുവിട്ട് പോകുന്നുണ്ടോ? ഒരു പരിധി കർത്താവ് തന്നു എനിക്ക്, ഒരു അതിര്. ആ അതിര് വിട്ട് ഞാൻ പോകുന്നുണ്ടോ? പാപം എന്നതിന് ഗ്രീക്ക് ഭാഷയിൽ ഹമാർട്ടിയ എന്നുള്ള വാക്കാണ്. സിൻ എന്നതിൻ്റെ ഗ്രീക്കിലെ മൂലപദം ഹമാർട്ടിയ. ഹമാർട്ടിയ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അതിര് വിട്ടു പോകുക, അതിര് ലംഘിക്കുക. ഹമാർട്ടിയ, അതിര് ലംഘിക്കുക. ഞാൻ ഇന്ന് അതിര് ലംഘിക്കുന്നുണ്ടോ? ദൈവം ഒരു അതിര് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ചലിക്കാനുള്ള അതിര് വെച്ചിട്ടുണ്ട്, സഞ്ചരിക്കാനുള്ള അതിര് വെച്ചിട്ടുണ്ട്. ആ അതിർത്തിക്ക് അപ്പുറത്തേക്ക് നാം വഴിതെറ്റി പോകുന്നുണ്ടോ? അതിർത്തിക്കപ്പുറത്തേക്ക് ദൈവം വെച്ചിരിക്കുന്ന ചില അതിരുകളുണ്ട്. ആ അതിരുകൾ നാം പാലിക്കേണ്ടതാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ അനുസരിക്കണം, മാതാപിതാക്കളെ പുച്ഛിക്കരുത്, ദൈവമക്കളെ പുച്ഛിക്കരുത്, ദൈവമക്കളെ തുച്ഛീകരിക്കരുത്, ദൈവമക്കളെ പരിഹസിക്കരുത്. സൂക്ഷിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം ദൈവം വെച്ചിരിക്കുന്ന ചില അതിരുകളാണ്. ഇവ എൻ്റെ മക്കളാണ്. എൻ്റെ മക്കളെ തുച്ഛീകരിക്കരുത്, എൻ്റെ മക്കളെ ചെറുതായി കാണരുത്, എൻ്റെ മക്കളെക്കുറിച്ച് അപവാദം പറയരുത്, എൻ്റെ മക്കളെ തുച്ഛീകരിക്കരുത്. ഈ ചെറിയവരൊരുത്തനെ തുച്ഛീകരിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ചെറിയവരിലൊരുത്തനെ തുച്ഛീകരിക്കരുത്, ദൈവം വേദനിക്കും. മാത്രമല്ല ദൈവത്തിൻ്റെ കോപം നമ്മുടെ മേൽ വരും. ഈ ചെറിയവരിലൊരുത്തൻ ദൈവത്തിൻ്റെ വിശ്വാസികളായിട്ടുള്ളവർ, ഈ ചെറിയവരിലൊരുത്തനെ തുച്ഛീകരിക്കരുത്. ഒരിക്കലും നിങ്ങൾ ചെറുതായി കാണരുത്, നിങ്ങളെക്കാൾ ചെറുതായി കാണരുത്. എപ്പോഴും ഓർത്തുകൊള്ളണം, ഓരോരുത്തരും അവരനെ എന്നേക്കാൾ ശ്രേഷ്ഠനായിട്ട് കണ്ടുകൊള്ളണം. ഞാൻ ഇപ്പോൾ ഇവിടെ നിങ്ങളെല്ലാവരും ഈ വാക്കുകൾ കേൾക്കുന്നു. ഞാൻ ഒരു വിശ്വാസിയാണെങ്കിൽ, ഞാൻ ക്രിസ്തുവിൻ്റെ അനുയായി ആണെങ്കിൽ, നിങ്ങളെല്ലാവരെയും എന്നേക്കാൾ ഞാൻ ബഹുമാനിക്കും. ദൈവത്തിന് സ്തോത്രം. ഇല്ലെങ്കിൽ എന്നിൽ ക്രിസ്തുവിന് വസിക്കാൻ സാധിക്കുകയില്ല, അധികം നാൾ കർത്താവിൻ്റെ ഉള്ളിലിരിക്കുകയില്ല. കൂട്ടായ്മയിലുള്ളവരെന്ന് മാത്രമല്ല, ആരെയും ഓരോരുത്തൻ അവനവൻ്റെ ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം അന്വേഷിക്കട്ടെ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം അന്വേഷിക്കട്ടെ. ഓരോരുത്തൻ തന്നേക്കാളധികം മറ്റുള്ളവരെ സ്നേഹിക്കട്ടെ, മറ്റുള്ളവരെ മാനിക്കട്ടെ, മറ്റുള്ളവരെ ആദരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഇതെല്ലാം ദൈവം വച്ചിരിക്കുന്ന അതിരുകളാണ്. ഈ അതിര് വിട്ട് താൻ ജീവിക്കുമ്പോഴാണ് ദൈവസ്നേഹം മുറിവേൽക്കുന്നത്. അതിര് വിട്ടു പോകുന്നു, കയറ് വിട്ടു പോകുന്നു. നമ്മെ ബന്ധിച്ചിരുന്ന ഒരു സ്നേഹത്തിൻ്റെ കയറുണ്ട്, ഒരു സ്നേഹത്തിൻ്റെ ചരടുണ്ട്. നമ്മെ കുരിശിനോട് ചേർത്ത് ബന്ധിച്ചിരുന്ന സ്നേഹത്തിൻ്റെ കയറുണ്ട്. നമ്മെ ഓരോരുത്തരെയും ആ സ്നേഹത്തിൻ്റെ ചരട് ഇങ്ങനെ ക്രൂസിനോട് ചേർത്ത് അണച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഇട്ടേച്ച് പോകാൻ സാധിക്കില്ല. പക്ഷേ ബലം പ്രയോഗിച്ചാൽ ഈ കയർ മുറിഞ്ഞു പോകും. ബലം പ്രയോഗിച്ചാൽ ആരും ഈ കയർ മുറിച്ച് കളയില്ല. പിശാചിന് തൊടാൻ ഒക്കുകയില്ല. എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു കുറിപ്പാൻ ആർക്കും കഴിയുകയില്ല. യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലിരിക്കുന്നവൻ ഭയപ്പെടേണ്ട. ഒരിക്കലും ആരും പിടിച്ചു പറിച്ചുകൊണ്ട് പോവുകയില്ല. ഒരു മന്ത്രവാദിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല, ഒരു കൈവശക്കാരനും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. നിങ്ങളാരും പേടിക്കണ്ട. ഈ കൂട്ടായ്മയിലെ ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കൂ. ഒരു മന്ത്രവാദിക്കും നിങ്ങളെ തൊടാൻ സാധിക്കുകയില്ല, ഒരു മന്ത്രവാദദോഷത്തിന് നിങ്ങൾ സമീപിക്കാൻ സാധിക്കുകയില്ല, ഒരു ജാതകദോഷത്തിന് നിങ്ങളുടെ അരികിലേക്ക് വരാൻ സാധിക്കുകയില്ല. ഒരു ശകുനമോ അല്ല ഒരു രാഹുകാലമോ ഒന്നും ദൈവം ഇതിനെ തൊടുകയില്ല. വിശ്വസിക്കൂ. ദൈവത്തിന് സ്തോത്രം. വെറുതെ അന്ധവിശ്വാസങ്ങൾ പറയുക നിങ്ങൾ പോകരുത്. എൻ്റെ കൊച്ചിന് ഇപ്പോൾ പഠിക്കാൻ പറ്റുന്നില്ല, പണ്ട് നല്ലപോലെ പഠിച്ചിരുന്നു, എൻ്റെ കൊച്ചിന് ആരാണ്ട് കൈവശം കൊടുത്തു എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. വെറും വിഡ്ഢിത്തമാണ് പറയുന്നത്. അങ്ങനെയൊന്നും ആരും കൈവശം കൊടുക്കുന്നുമില്ല, കൊടുത്തായിട്ട് ഭരിക്കുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ. എനിക്ക് എൻ്റെ കുടുംബത്തിനെതിരായിട്ട് അയൽവക്കത്തെ ആൾ ഏതാണ്ട് അക്രമം ചെയ്തിട്ടുണ്ട്, ഏതാണ്ട് മന്ത്രവാദം ചെയ്തിട്ടുണ്ട്, ആഭിചാരം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു അഭിവൃദ്ധി കിട്ടാത്തത് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതെല്ലാം പുറജാതികളുടെ ചിന്തയാണ്. വളരെ പ്രാകൃതമായ ചിന്ത, വളരെ വളരെ തരംതാണ ചിന്തകളാണ്. ഒരു ദൈവവേദന ചിന്തകളൊന്നും വരാൻ പാടില്ല. ഒരിക്കലും യേശുക്രിസ്തുവിൻ്റെ ജയമുള്ള സ്ത്രീയുടെ അടയാളമുള്ളൊരു ദൈവവേദനെ പിശാചിന് തൊടാൻ സാധിക്കില്ല. വിശ്വസിക്കും. യേശുക്രിസ്തുവിൻ്റെ തിരക്തത്തിന് മുദ്രയുള്ള ദൈവവേദനെ ആർക്കും തൊടാൻ സാധിക്കുകയില്ല. യേശുക്രിസ്തുവിനായി ജീവൻ സമർപ്പിച്ച ദൈവവേദനെ തൊടാൻ ആർക്കും സാധിക്കില്ല. അതിർവിട്ട് പോകരുത്. ഹമാർട്ടിയ, പാവം വരരുത്, അതിർവിട്ട് പോകരുത്. ഒരു അതിർത്തിയുണ്ട്, അതിർത്തിക്ക് പുറമേ നാം പോകരുത്. കർത്താവ് നോക്കിച്ചിരിക്കുന്ന ഒരു നിയന്ത്രണത്തിൻ്റെ നേർരേഖയുണ്ട്. ആ രേഖ വിട്ട് അപ്പുറത്തേക്ക് കടന്നു പോകാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. ചിന്തിക്കൂ. അതിർത്തി വിട്ട് പോയിട്ടുണ്ടോ? ദൈവസ്നേഹത്തിൻ്റെ അതിർവിട്ട് പോയിട്ടുണ്ടോ? ദൈവം ദുഃഖിക്കുന്നു, ദൈവം കരയുന്നു. സ്തോത്രം. ജീവനുള്ള ദൈവം നമുക്ക് ദുഃഖിക്കുന്നു. അയ്യോ, എൻ്റെ മക്കൾ എന്നെ വിട്ടുപോയി. അതാണ് പറയുന്നത്. എൻ്റെ മക്കൾ എന്നെ വിട്ടുപോയി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മക്കൾ എന്നെ വിട്ടുപോയി.
മാത്രമല്ല ഇനി എൻ്റെ കൂടാരമടിപ്പാനും തിരശ്ശീല നിവർപ്പാനും ആരുമില്ല. എൻ്റെ വേല ചെയ്യാൻ ആരുമില്ലല്ലോ. ഇനി ആരെൻ്റെ കൂടാരം നിവർക്കും? ആരെൻ്റെ കൂടാരം അടിച്ചു തരും? ആരെനിക്ക് തിരശ്ശീല നിവർത്തു തരും? എൻ്റെ വേല ചെയ്യാൻ ആരുമില്ലല്ലോ. എൻ്റെ മക്കൾ എന്നിട്ട് പോയല്ലോ. സ്വർഗത്തിലെ നിത്യനായ ദൈവത്തിൻ്റെ യുഗങ്ങളിൽ പ്രതിധ്വനിക്കൊള്ളുന്ന ഒരു വിലാപമാണ് ഈ വാക്ക്. യുഗങ്ങളുടെ മധ്യത്തിൽ ഇന്നും ലയിച്ചു നിൽക്കുന്ന സ്വർഗീയ വിലാപം നിത്യനായ ദൈവത്തിൻ്റെ കരച്ചിലാണ്. എന്താണ് പറയുന്നത്? എൻ്റെ മക്കൾ എന്നെ വിട്ടുപോയി, ഇനി എൻ്റെ കൂടാരം എടുപ്പാനും എൻ്റെ തിരശ്ശീല നിർത്തുവാനും എനിക്ക് ആരുമില്ല. സ്തോത്രം. അവർ കവർച്ചയായിപ്പോയി. ഇടയന്മാർ മൃഗപ്രായരായി തീർന്നു. അയ്യോ കഷ്ടം. എൻ്റെ മക്കൾ മാത്രമല്ല, അവരെ നടത്താൻ ഞാൻ ചില ഇടയന്മാർ വെച്ചിരുന്നു, ചില കശീശന്മാരെ വെച്ചിരുന്നു, ചില മൂപ്പന്മാർ വെച്ചിരുന്നു, ചില പാസ്റ്റേഴ്സിനെ വെച്ചിരുന്നു. ഇടയന്മാർ, പാസ്റ്റേഴ്സ്. ഞാൻ അവരെ നയിക്കാനായിട്ട് വെച്ചിരുന്ന ആത്മീയ ഇടയന്മാരുണ്ട്. അവർ മൃഗങ്ങളെ പോലെയായി. വെറും മാനുഷികത്വം പോയി, മാനുഷികത്വം നഷ്ടപ്പെട്ടു. അവർ മൃഗങ്ങളായി. മൃഗീയ വാസനകൾ. മൃഗത്തിന് അമ്മയെന്നോ പെങ്ങളെന്നോ വ്യത്യാസമുണ്ടോ? മൃഗം ഇടയനാണ്, കാര്യം ശരിയാ. പക്ഷേ മൃഗപ്രായരായിപ്പോയി. വിശുദ്ധിക്ക് ഒരു നിയന്ത്രണമില്ല, വിശുദ്ധിയില്ല, സ്നേഹമില്ല, അത്യാഗ്രഹം, ദുർമോഹം, അവിവേകമായ സംസാരം, യാതൊരു നിയന്ത്രണമില്ലാത്ത പെരുമാറ്റങ്ങൾ. എവിടെയും ആരോടും എന്ത് സംസാരിക്കാവുന്ന ലജ്ജാകരമായ ജീവിതം. മൃഗപ്രായരായിപ്പോയി. അടുത്ത വാക്യം. ഇടയന്മാർ മൃഗപ്രായരായി തീർന്നു, യഹോവയെ അന്വേഷിക്കുന്നവനില്ല. ദൈവത്തെ അന്വേഷിക്കുന്നില്ല. അവർ അന്വേഷിക്കുന്നത് ജനങ്ങൾ ഇതാ എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടെന്നാണ് നോക്കുന്നത്. എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടോ, എനിക്ക് എന്തെങ്കിലും തരുമോ. അവർ പുറമേ കൈ നീട്ടുന്നില്ലെങ്കിലും ഉള്ളത്തിൽ വാഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഈ ആളുകൾ ഇടയനെ കാണാൻ വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരുമോ, എന്തെങ്കിലും കൊണ്ടുവന്ന് തരുമോ. ഇടയന്മാർ മൃഗപ്രായത്തായി തീർന്നു, യഹോവയെ അന്വേഷിക്കുന്നില്ല. അതുകൊണ്ട് അവർ കൃതാർത്ഥരായില്ല, അവരുടെ ആട്ടിൻകൂട്ടമൊക്കെയും ചിതറിപ്പോയി. ആട്ടിൻകൂട്ടം ചിതറിപ്പോയി. അവർ കൃതാർത്ഥരായില്ല, സംതൃപ്തിയില്ല. ആട്ടിൻകൂട്ടം ചിതറിപ്പോകുന്നു. ഇന്ന് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അല്പം ഒന്ന് ബുദ്ധിപൂർവ്വം ചിന്തിക്കൂ. ഇന്ന് ജനങ്ങൾ ചിതറിപ്പോവുകയല്ലേ, ജനങ്ങൾ ചിതറുകയല്ലേ, ആട്ടിൻകൂട്ടം ചിതറിപ്പോവുകയല്ലേ. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവം നമ്മെ ദുഃഖിക്കുന്നു. കർത്താവ് നമ്മെ നോക്കി കരയുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു നഗരത്തെ കണ്ട് കരഞ്ഞു. കർത്താവായ യേശു ലാസറിൻ്റെ കല്ലറയ്ക്കൽ കരഞ്ഞു. കർത്താവായ യേശു പരീശന്മാരെ നോക്കി കരഞ്ഞു. കർത്താവായ യേശുവിൻ്റെ ശിഷ്യന്മാരെ നോക്കി കരഞ്ഞു. കർത്താവായ യേശു ഇടയന്മാരെ നോക്കി കരഞ്ഞു. കർത്താവായ യേശു ഇന്ന് പട്ടണങ്ങളെ നോക്കി കരയുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടെ നൽകിയ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ ഈ പ്രിയമക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ മക്കളുടെ മേൽ തൃക്കരം വയ്ക്കണമേ. നാഥ, അനുതാപത്തിൻ്റെ ആത്മാവ് ഈ മക്കൾ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും യേശു ക്രിസ്തുവിനെ അറിയുവാനും ക്രൂസിൻ്റെ അർത്ഥം ഗ്രഹിപ്പാനും ക്രൂസിന് സാക്ഷികളാകുവാനും ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ.